ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മാന്തൾ നമ്മൾ എപ്പോഴും രാത്രിയാണ് മീൻ വാങ്ങിക്കാറ് കേട്ടോ, രാവിലെ വാങ്ങിക്കാറില്ല. രാവിലെ 7 മണിക്കൊക്കെ ഇതിൽ മീൻ വണ്ടി വരും. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഓരോ പണി രാവിലത്തേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആകുമ്പോൾ പൊതുവേ മണ്ണെണ്ണ സ്റ്റൗവൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ സൗണ്ട് കൊണ്ട് മീൻ വണ്ടി വരുന്നത് കേൾക്കില്ല കേട്ടോ. പിന്നെ അഥവാ കേട്ടാൽ തന്നെ നമ്മളിവിടുന്ന് ഓടിപ്പോകുമ്പോഴേക്കിന് ഇവിടെ ഇറക്കായതുകൊണ്ട് വണ്ടി വേഗം പോവും. അതുകൊണ്ട് രാത്രി മൂപ്പര് വരുമ്പോഴാണ് കേട്ടോ മീൻ കൊണ്ടുവരാറ്. അപ്പോൾ അങ്ങനെ മീൻ മാന്തളൊക്കെ കൊണ്ടുവന്നിട്ട് രാത്രി തന്നെ നന്നാക്കി മസാലയൊക്കെ തേച്ച് ഞാനങ്ങനെ ഫ്രീസറിൽ കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കറണ്ട് അടുപ്പിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ വേഗം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യലാണ്. അപ്പോൾ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു കേട്ടോ. പിന്നെ നമുക്ക് മീൻ പൊരിക്കണം. അപ്പോൾ എനിക്കെപ്പോഴും ഷോർട്സ് വീഡിയോ ഇടുമ്പോഴാണ് സബ്സ്ക്രൈബൊക്കെ കിട്ടാറ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഷോർട്സ് വീഡിയോ ഇടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഫുൾ വീഡിയോ അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ സൗണ്ട് കൂട്ടാനൊക്കെ വേണ്ടിയിട്ടൊന്ന് നോക്കുന്ന സമയത്ത് സൗണ്ട് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ഇപ്പോൾ പനി വന്നതിന് ശേഷം എനിക്ക് കഫം കെട്ടിയിട്ട് അങ്ങനെയാണ് സൗണ്ട് അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ വെയിൽ കൊണ്ട് നീരിറങ്ങി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ സൗണ്ടിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. കഫത്തിൻ്റെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സൗണ്ട് നല്ല അടഞ്ഞ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കലൊക്കെ കഴിയാറായിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വേറെ കറികളൊന്നും വേണ്ട, മീനല്ല. അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം അങ്ങനെ താളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ താളിക്കുന്നത്. അപ്പോൾ മീൻ പൊരിച്ചതോ ഇറച്ചി പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ലൈറ്റ് കറി എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. ഇവിടെ ആർക്കും അത്ര നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നപ്പോൾ കൊടുത്തു വിടാൻ കഞ്ഞിവെള്ളം താളിച്ചത് മീനുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെയൊക്കെ വലിയ ആർഭാടമായിട്ടൊന്നും ജീവിക്കാത്ത കാരണം മക്കളും അതേ രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ. എന്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുത്താലും അവർ സ്കൂളിലേക്കാണെങ്കിലും മരച്ചാറോ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ സ്കൂളിലേക്കും അങ്ങനെ കൊണ്ടുപോകും. ഇപ്പോൾ മോനിക്ക് കൊടുത്തു വിടാനും കാക്കക്ക് കൊടുത്തു വിടാനും, മോൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മോൾക്ക് കൊടുത്തു വിടണ്ട. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് എന്തായാലും രാവിലെ ചോറും കറി നിർബന്ധമായിട്ടും വെക്കണം കേട്ടോ. അപ്പം ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കഞ്ഞിവെള്ളത്തിൻ്റെ കറി എന്നൊക്കെ പറയുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി താളിച്ചിട്ട് കറി ഉണ്ടാക്കുന്നതൊക്കെ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചാൽ അതുണ്ടെങ്കിൽ ചോറ് ഇഷ്ടം പോലെ തിന്നാം കേട്ടോ. അത്രക്കും രുചിയായിരുന്നു കഞ്ഞിവെള്ളം താളിച്ചതും ചമ്മന്തിയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ 2 പച്ചമുളകും 2-3 പപ്പടവും പൊടിച്ചിടാന്ന് വെച്ചിട്ട് ആദ്യം ഞാൻ പപ്പടം പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ 2-3 പപ്പടമൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയുള്ളി ഉണക്കമുളകും കടുകും കൂടെ ഇട്ടിട്ട്, കടുക് ഇടുന്നില്ല കേട്ടോ, ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് വറ്റൽമുളകും ഇട്ടിട്ടാണ് കഞ്ഞിവെള്ളം താളിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം ചോറ് തികയില്ല എന്ന് വെച്ചിട്ട് കുറച്ച് പച്ചരി ഇട്ടിട്ട് ആട്ടി ദോശ ചുടാൻ വേണ്ടിയിട്ട് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതും കടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കമ്മിയാകുമ്പോൾ വേഗം അരി എന്തെങ്കിലും എടുത്ത് ആട്ടിയിട്ട് അങ്ങനെ ചുടലാണ്.
അപ്പോൾ ഞാൻ മോനിക്ക് ഒരു ഗ്ലാസ് ബൂസ്റ്റ് കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് കലക്കാണ് കേട്ടോ. അപ്പോൾ അവന് രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. 8-9 മണിക്ക് ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ബൂസ്റ്റ് ഉണ്ടോ ഹോർലിക്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാലേ മക്കൾക്ക് കലക്കുമ്പോൾ നമ്മൾ കലക്കി കൊടുക്കുന്നതല്ലേ. പൊതുവെ ആൺകുട്ടികൾക്കും ആണുങ്ങൾക്ക് നമ്മൾ രാവിലെ എന്തെങ്കിലും കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്ക് കിട്ടുക. ഇല്ലെങ്കിൽ അവർക്കതൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഏതായാലും ഒരു ബൂസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചോറൊക്കെ ആക്കണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ കറി എടുത്തിട്ട് ഞാൻ ഹോട്ട് ബോക്സിൻ്റെ ഉള്ളിൽ ചോറ് ചൂടുള്ളതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ വെക്കാറാണ് കേട്ടോ. അപ്പോൾ പാത്രം നല്ല ടൈറ്റാക്കി മൂടിയിട്ട് അങ്ങനെ ചോറ്റും പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇറക്കി വെക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് തിന്നുമ്പോൾ ചോറും കറിയും കൂടെ കുറച്ച് ചൂടുണ്ടാവും. അതുകൊണ്ടാണ് ചോറ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറേ കൊള്ളുള്ളൂ, എന്നാലും അത് മതി, ചോറ് അത് മതി, എന്നാലും ചൂടോടെ തിന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ മോനിക്കുള്ള ഫുഡും ഞാൻ കൈയോടെ തന്നെ ആക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എനിക്ക് എടുക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ മിനി ലഞ്ച് പാക്കിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.